ഹലോ, വെൽക്കം ബാക്ക് ടു ഹനാസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമുക്ക് വെട്ടുതുണി ഉപയോഗിച്ചിട്ട് സ്ക്രഞ്ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പച്ച കളറുള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഒരു 25 ഇഞ്ച് വീതിക്കും 25 ഇഞ്ച് നീളത്തിൽ 3 ഇഞ്ച് വീതിയിലാണ് ഞാൻ തുണി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ നടുമടക്കിയിട്ട് അതിൻ്റെ അരുകത്തുകൂടെ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ നമ്മളിതിന്ന് മെഷീനിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്, കൈകൊണ്ട് തുന്നിയെടുത്തിട്ടുള്ള സ്ക്രഞ്ചീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതേ നല്ല രീതിക്ക് ഒട്ടും വിട്ടുപോകാത്ത രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ച് നമുക്കിതുപോലെ ഒന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ തുണി എടുക്കുമ്പോൾ നമ്മൾ നല്ല വശം ഉള്ളിലും ചീത്തവശം പുറത്തേക്കും വരുന്ന രീതിയിൽ മടക്കിയിട്ട് വേണം തുണി എടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ 2 സൈഡും ഒരേപോലെയാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ തുണി എടുക്കുമ്പോൾ അതിന് നല്ല വശവും ചീത്തവശവും ഉണ്ടെങ്കിൽ നല്ല വശം തമ്മിൽ നേരെ മടക്കി വെച്ചിട്ട് പൊട്ടവശത്ത് വേണം തുന്നാനായിട്ട്. അതിന് ശേഷം തുന്നി കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഇതുപോലെ ഇതിൻ്റെ നല്ല വശം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ നമുക്ക് നല്ല വശം പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു ഇലാസ്റ്റിക് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പീസ് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ സൂചി വെച്ചതിന് ശേഷം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് ഇലാസ്റ്റിക് പുറത്തേക്ക് എടുത്ത് നമുക്കിത് കോർത്തെടുക്കാം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വെട്ടുതുണി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പീസ് ഇലാസ്റ്റിക് മാത്രം മതി. പ്രത്യേകിച്ച് ഒരു മുതൽ മുടക്കിൻ്റെയും ആവശ്യമില്ലാത്ത നല്ലൊരു കാര്യമാണ്. വീട്ടമ്മമാർക്കൊക്കെ ബിസിനസ്സായിട്ട് തുടങ്ങാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇതിൻ്റെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ 2 വശവും നമുക്ക് നന്നായിട്ടൊന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ തുന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിട്ടുപോകാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ തുന്നി കൊടുക്കുക. കാരണം നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ തുന്നുന്നതായതുകൊണ്ട് നന്നായിട്ട് തന്നെ തുന്നി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മളത് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയുടെ 2 വശം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് തുന്നി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു വശം മറ്റേ വശത്തിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അതിന് ശേഷം പുറമേ കാണുന്നത് ഉള്ളിലേക്ക് മടക്കിയിട്ട് തുന്നിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് നമ്മുടെ ഐഡിയ പോലെ എങ്ങനെയാണോ നല്ല നീറ്റായിട്ട് അതിൻ്റെ വശം ഉള്ളിലേക്ക് വെച്ച് പുറമേക്ക് നൂലും ഇതൊന്നും കാണാത്ത രീതിയിൽ നമ്മുടെ ഐഡിയ പോലെ നമുക്കതൊന്ന് തുന്നിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഹെയർ ബാൻഡാണ്, കാണാനും നല്ല ഭംഗിയിൽ നല്ല പച്ച കളറായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.